വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനം 21-ാം നൂറ്റാണ്ടിലെ കൊച്ചു കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന നഗ്ന സത്യമല്ലേ? പരസ്യമായ ഒരു പെണ്ണിനെ ചുംബിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഈ ലോകം കാണാതെ ലാ തഖൂമുസ്സാ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ശാസ്ത്രത്തിന് തെറ്റുപറ്റി സഹോദരങ്ങളെ, പാശ്ചാത്യ ലോകത്തിന് തെറ്റുപറ്റി സഹോദര, അല്ലാഹുവിന്റെ റസൂലിന് തെറ്റുപറ്റിയിട്ടില്ല. ലാ തഖൂമുസ്സാ ഹത്താ തൂജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്ത ത്വരീഖ് വലാ യുൻകിറു ദാലിക അഹദുൻ വലാ യുഗയ്യിറുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ ബഹുമാനപ്പെട്ട അറിവിൻ നിലാവിൻ്റെ സഫ്വാൻ സഖാഫിയുടെ വിഷയമാണ്. അറിവിൻ നിലാവിൻ്റെ സഫ്വാൻ സഖാഫിയെ പച്ചക്കള്ളം പറഞ്ഞ് സുഹ്രി നിസാമി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തു. അതിൽ വല്ലാത്ത ആരോപണമാണ്. അതിൽ പ്രധാനമായി അദ്ദേഹം പറഞ്ഞത്, സഫ്വാൻ സഖാഫി ഒരു പെൺകുട്ടിയെ ചുംബനം ചെയ്യാൻ ആഹ്വാനം ചെയ്തു എന്നാണ് ആരോപിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇദ്ദേഹം അവസാനം ക്ഷമ ചോദിക്കാനാണ് വന്നിട്ടുള്ളത്. ക്ഷമ ആരോടാണ് അദ്ദേഹം ചോദിക്കുന്നത്? കുറ്റം പറഞ്ഞ സഫ്വാൻ സഖാഫിയോടല്ല, പൊതുജനങ്ങളോടും സ്ത്രീകളോടും ഉമ്മപ്പെങ്ങന്മാരോടാണ്. ഇദ്ദേഹത്തിനും ഒരു ചാനലുണ്ടല്ലോ, ആ ചാനലിന് നോക്കാതെ അത് പട്ടിണിയായി പോകുമെന്നുള്ള ഒരു ധാരണയോടുകൂടെ ഇദ്ദേഹം സഫ്വാൻ സഖാഫിയെ ഞാൻ കുറ്റം പറഞ്ഞതിൽ ഖേദിക്കുന്നു, എനിക്ക് ക്ഷമ വേണമെന്നാണ് ചോദിച്ചുകൊണ്ട് വരുന്നത്. അതിനെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് തന്നെ കേൾക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അറിവും നിലാവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പുതിയ വിവാദങ്ങളിൽ ഞാൻ 1-2 വീഡിയോകൾ ചെയ്തിരുന്നു. ഞാൻ അറിഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾ പറയുക എന്ന ലക്ഷ്യത്തിലാണ് ആ വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. പക്ഷേ അത് വ്യക്തിപരമായി ചില സഹോദരിമാർക്കും ഉസ്താദുമാർക്കും വിഷമം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും നാം ഉദ്ദേശിച്ചതല്ല. അതിൽ നാം ഖേദിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. അല്ലാഹു തആല നമുക്കൊക്കെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് ദീനിന് സേവനം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ളവരെ, ഇദ്ദേഹത്തിൻ്റെ നാടകം മനസ്സിലായല്ലോ. ഇദ്ദേഹം അഹ്സനി ഉസ്താദിൻ്റെ, അഹ്സനി ഒരു പണ്ഡിതനാണെന്ന് പറയുന്നത് കേൾക്കുന്നു. എവിടെയും സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നില്ല. എങ്കിലും അദ്ദേഹം ഒരു സൂഫിയാണ്, വലിയ പണ്ഡിതനാണ്, ഒരുപാട് ആലിമീങ്ങളുടെ ഉസ്താദാണ് എന്നും പറയുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ബഹുമാനം വെച്ചും കൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, കുടുംബത്തിൽ വന്ന പ്രശ്നത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ സുഹ്രിയെ നിയമിച്ചതാണോ? സ്വന്തം കുടുംബത്തിന് ശരിയാക്കാൻ മരുമകനായ സഖാഫി വരുന്നത് വരെ കാത്തു നിൽക്കാതെ അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും മറ്റുള്ളവരോട് അതിനെ സ്പ്രെഡ് ചെയ്യാൻ ഈ സോഷ്യൽ മീഡിയ കാലത്ത് പോലും ശ്രമിച്ചത് എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം നല്ല പോലെ വാങ്ങിച്ചുകൊണ്ടാണോ ഈ സുഹ്രി ചെയ്തത് എന്ന് പോലും സംശയമുണ്ട്. ഇത്രയും അന്തസ്സായി അഭിമാനത്തോടുകൂടെ കഴിയുന്ന സഫ്വാൻ സഖാഫിയെ ഒരുപാട് ചാരിറ്റിയും അതുപോലെ ഓൺലൈൻ മജ്ലിസും ഉംറ ടൂറും പല കാര്യങ്ങളും
ഒരുപാട് പാവങ്ങൾക്ക് സഹായം പോലും ലഭിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. നമ്മളാണെങ്കിലോ ഇദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ച് നമ്മൾ വീഡിയോ ചെയ്തു. ഈ ഉസ്താദന്മാരുടെ വീഡിയോ കണ്ടിട്ടാണ് നമ്മളും ചെയ്തത്. അത് തെറ്റാണെങ്കിലല്ലേ നമ്മൾ ക്ഷമ ചോദിക്കേണ്ടത്. നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന തെറ്റല്ല, ഈ ആലിമീങ്ങളാണ്. ചിസ്തി മീഡിയയിലൂടെ ഒരു ഉസ്താദും അതുപോലെ സുഹരി നിസാമി ഉസ്താദും പിന്നെ പല ഉസ്താദന്മാരും വീഡിയോ ഇറക്കിയതിൻ്റെ ശേഷമാണ് ഇവരാണ് കുറ്റപ്പെടുത്തിയതും എല്ലാം ചെയ്തത്. നമുക്കാണെങ്കിലോ ഒരാൾ കുറ്റം ചെയ്താൽ കുറ്റം ചെയ്തു എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ട്. ഇവർക്കാണെങ്കിലോ അത് ഇല്ല എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. ഒരു കുറ്റവും ചെയ്യാതെ, ഒരു പാവവും ചെയ്യാത്ത ഒരു യുവാവിനെ ഇത്രയും തരം താറ്റാൻ നിങ്ങൾക്ക് ആരാണ് പറഞ്ഞത്? എവിടെ നിന്നാണ് നിങ്ങൾ അപ്പക്കഷ്ടം കിട്ടിയത്? പിന്നെന്തിനാണ് അവസാനം നിങ്ങൾ ഇതൊരു വേഷമായി ക്ഷമ ചോദിക്കാൻ വന്നത് എന്നാണ് ഇവിടെയുള്ള പ്രശ്നം. ബഹുമാനമുള്ളവരെ, ഇത്തരക്കാരുടെ പ്രസംഗം നമ്മൾ കേൾക്കുന്നു, ഇത്തരക്കാർ പറയുന്നതെല്ലാം കേൾക്കുന്നു, ഇത്തരക്കാർ എന്താണ് ചോദിക്കുന്നതെല്ലാം കൊടുക്കാൻ റെഡിയാണ് പാവങ്ങളായ വിശ്വാസികൾ. ഇസ്ലാമിൻ്റെ പേരിൽ ഇവർ ചെയ്യുന്ന തട്ടിപ്പുകളും ഇവർ ചെയ്യുന്ന ഓരോ നാടകങ്ങളും, നല്ല കാര്യമെങ്കിലോ അത് ബഹുമാനപ്പെട്ട AP ഉസ്താദ് ചെയ്തു. അദ്ദേഹത്തിനെ നാണം കെടുത്താൻ വേണ്ടി ഇത്തരക്കാരാണ് പുറപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. ഇവിടെ അവസാനം ഞാൻ പറയാനുള്ളത്, ഇദ്ദേഹം പരസ്യമായി സഫ്വാൻ സക്കാഫിയെ ഓൺലൈനിൽ വന്നുകൊണ്ട് തന്നെ അദ്ദേഹം ക്ഷമ ചോദിക്കണം. സഫ്വാൻ സക്കാഫിയെ ക്ഷമ ചോദിക്കണം. ഒരു കുറ്റം ചെയ്യാത്ത ആളാണ് എന്നല്ലേ മനസ്സിലാകുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങളുടെ ഇദ്ദേഹത്തിൻ്റെ ലാഭത്തിന് വേണ്ടി, ഇദ്ദേഹത്തിൻ്റെ പുതിയ ചാനലാണ്, അത് വളരണമെങ്കിൽ ഈ സ്ത്രീകളും ഉമ്മമാരും എല്ലാം വേണം. അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ക്ഷമ ചോദിക്കാൻ വന്നത്. ഇദ്ദേഹത്തിൻ്റെ ആരോപണം എന്താണ്? ഒരു പെൺകുട്ടിയെ ചുംബനം ചെയ്യാൻ ആഹ്വാനം ചെയ്തു എന്നാണ്. എത്ര വലിയ കുറ്റമാണ്, മനസ്സിലാക്കൂ. എത്ര വലിയ ആരോപണമാണ്. ഇത്ര കുറ്റം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഫലം, അതിൽ നിന്ന് കിട്ടുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷ എന്താണെന്ന് പോലും സഫ്വാൻ അറിയുകയില്ലേ? സഫ്വാൻ സക്കാഫിക്ക് അറിയുകയില്ല എന്നാണ് നിങ്ങൾ കരുതിയത്? അദ്ദേഹം ഒരു ആലിമല്ലേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുഹരി നിസാമി ഉസ്താദ് നല്ല രീതിയിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കണം. സഫ്വാൻ സക്കാഫിയോട് പ്രത്യേകിച്ച് നിങ്ങൾ ക്ഷമ ചോദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.